ഇന്നത്തെ നോമ്പ് തുറയും കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഒന്നുകൂടി നമ്മൾ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നപ്പോൾ കൂടെ ഹംനാനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഓഫീസിലത്തെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഒക്കെ നിറഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് കൊച്ചിനെ സഹായിക്കാണ് കേട്ടോ ഡിസ്പോസ് ചെയ്യാൻ. ബാസ്ക്കറ്റ് എടുത്തിട്ട് നേരെ പോയത് ഞങ്ങളുടെ ഓഫീസ് റൂമിലേക്കാണ് കേട്ടോ. എന്താ ചെയ്യണേന്നൊന്ന് പിന്നാലെ പോയി ഞാൻ നോക്കിയതാണ്. നോക്കിയപ്പോൾ കവറൊക്കെ എടുത്ത് ആ വേസ്റ്റ് എടുത്ത് അതിലേക്ക് ഇട്ട് നിറയ്ക്കാനുള്ള പരിപാടിയാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ ഓഫീസിലേക്ക് വന്നത് നമ്മുടെ ഒമിനിയുടെ ഫുൾ പെയിന്റിംഗ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ നമ്മുടെ ഒമിനിനെ ആരും മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. വണ്ടിയുടെ ഉള്ളിലൊന്ന് ഹംനാനെ കയറ്റിയതിന്റെ സന്തോഷമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. പുറത്താണെങ്കിൽ പെരുമഴയായിരുന്നു. മഴ മാത്രമല്ല മിന്നലും ഇടിവെട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഇത്രയും ചൂടത്ത് ഇങ്ങനെ ഒരു മഴ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അയാസ് ഇന്നും നോമ്പ് പിടിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ഇടയത്താഴത്തിന് എണീറ്റിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ കുറച്ച് പുറകിലോട്ടാണ്. പുട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ചോറാണ്, കൂടെ കുമ്പളങ്ങ മോരുകറിയും മീൻ വറുത്തതും മുട്ട പുഴുങ്ങി വെളുത്തുള്ളി അച്ചാറുണ്ടായിരുന്നു കേട്ടോ. തലവേദന വരാതിരിക്കാൻ കട്ടൻ ചായ, 2 ഗുഡ്ഡയുടെ ബിസ്ക്കറ്റ് സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചാൽ മുഴുവൻ കഴിക്കാതെയാണ് കേട്ടോ ഹയാസത്തെ കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത്. ഞാൻ എന്റെ സുബഹി നിസ്കാരം കൂടി കഴിഞ്ഞാൽ ഞാനും ഒന്ന് കിടക്കും കുറച്ച് നേരം. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോ കാണാവേ. ബൈ ബൈ.